പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ജേനീസ് മീഡിയയിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യാണ്. ഞാൻ നിങ്ങളുടെ മുന്നിലായിരിക്കുന്നത് സിനിമ ലോകത്തിൻ്റെ ഒരു കഥ പറയാണ്. സിനിമകൾ കുറെ ഇറങ്ങുന്നുണ്ട്. സിനിമ എന്ന് പറയുന്നത് മത സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാനാണോ അതോ മതങ്ങളെ രക്ഷിക്കാനാണോ എന്ന് കുറെ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചാൽ നമുക്കൊരു ഉത്തരവില്ല. ചില മതങ്ങളെ ഇല്ലാതാക്കാൻ അവര് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയാള സിനിമയാണെങ്കിലും ഇന്ത്യൻ സിനിമകളാണെങ്കിലും ഒക്കെ അവർ ലക്ഷ്യമിടുന്നത് എന്തോ വേറെന്തൊക്കെയാണ്. ഈയിടെ മാർച്ച് 11 ഒരു പടം ഓൾ വേൾഡിൽ റിലീസ് ചെയ്തു. കാശ്മീരി ഫയൽസ്. കാശ്മീരി ഫയൽസ് എന്ന സിനിമ റിലീസ് ചെയ്തപ്പോൾ ചില തിയേറ്ററുകൾ അവർ പടം റിലീസ് ചെയ്തപ്പോൾ ആ പടങ്ങളൊക്കെ ഇട്ടു അവർ. പക്ഷെ ജനം ടിക്കറ്റിന് വേണ്ടി ഓൺലൈൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒക്കെ ഹൗസ്ഫുള്ളും. എന്നാൽ തിയേറ്ററിലേക്ക് ചെല്ലുമ്പോൾ മറ്റ് അവർ മൾട്ടി തിയേറ്ററുകളായതുകൊണ്ട് മറ്റ് പടങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പോസ്റ്ററുണ്ട്. പക്ഷെ ഇവിടെ ഇതിലൊരു പോസ്റ്റർ പോലും ഇല്ല. എന്നവർ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഓൺലൈനിലും നേരിട്ടും ഹൗസ്ഫുള്ളും ടിക്കറ്റുകൾ കിട്ടാനില്ല. അപ്പൊ ഇവർ ചെന്ന് അന്വേഷിച്ചു, കുറച്ച് പേര് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അത് തിയേറ്ററിന്റെ ഓണർ അല്ലെങ്കിൽ മാനേജർ പറയുന്നത് നമ്മളിപ്പോൾ ഈയിടെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കേട്ടു, ഒക്കെ ഫുള്ളാന്നാണ്. പക്ഷെ ഇവർ ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ തിയേറ്ററിൽ ആരുമില്ല. അപ്പൊ ചോദിച്ചപ്പോൾ പറയുന്നത് അതൊക്കെ ആരോ ബുക്ക് ചെയ്തു പോയതാന്ന് പറഞ്ഞു. ആര് ബുക്ക് ചെയ്തു? എന്നാൽ അവരെ ഫോൺ നമ്പറൊക്കെ ചോദിക്കുമ്പോൾ അത് കൊടുക്കണമില്ല. ഈ പടം റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വല്ലാത്ത ഒരു ഷോക്കായി മാറും എന്ന് കരുതി ആവണം. കാരണം കാശ്മീരിൽ നടന്ന പണ്ടത്തെ ഫയൽസ് എന്ന് വെച്ചാൽ ചരിത്രം, ഹിസ്റ്ററി, പാവപ്പെട്ട പണ്ഡിറ്റുകൾക്കൊക്കെ എന്താ സംഭവിച്ചതെന്നൊക്കെ നമ്മൾ ഹിസ്റ്ററിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ആ പടം ഡയറക്റ്റ് ചെയ്ത പ്രത്യേകിച്ച് വിവേക് രഞ്ജൻ നാഷണൽ അവാർഡ് നേതാവും കൂടിയാണ്. അതിൽ അഭിനേതാക്കളും അങ്ങനെ ഒരുപാട് അവാർഡുകളൊക്കെ മേടിച്ചു കൂടിയ അഭിനേതാക്കളാണ്. സ്വാതന്ത്ര്യത്തോടുകൂടെ സിനിമ ഇറക്കാൻ ഒരു പലപ്പോഴും വാദിക്കാറുണ്ട്. നമ്മൾ ഈശോ എന്നൊരു സിനിമ ഇറങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇല്ലേ, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, ഈശോ എന്ന പേരിട്ട് എന്നാ കുഴപ്പം? അല്ലെങ്കിൽ ക്രിസ്തു ഈ കുടുംബത്തിന് നാഥൻ എന്ന് പറഞ്ഞ പോലെ കേശു ഈ വീടിന്റെ നാഥൻ. ഇപ്പൊ ഭീഷ്മ പർവ്വതം എന്ന മെഗാ സ്റ്റാർ അഭിനയിച്ച അതില് മെഗാ സ്റ്റാർ ഒരു ക്രിസ്ത്യാനിയായിട്ടാണ് അഭിനയിച്ചത്. പക്ഷേ ആ വലിയൊരു കുട്ടുകുടുംബത്തിന് ഞാൻ സിനിമ കണ്ടിട്ടില്ല, കേട്ട പരിചയത്തിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. ആ സിനിമ ഒരു വലിയൊരു കുട്ടുകുടുംബത്തിന്റെ കഥയാന്ന് പറഞ്ഞു കേട്ടത്. അതിലെ ഒരു വൈദികനടക്കം ക്രിസ്ത്യാനികളെ എത്രമാത്രം കരിവാരി തേക്കാമെങ്കിൽ അത്രമാത്രം കരി തേച്ചുകൊണ്ട് ഒരു സമുദായത്തെ മാത്രം വിശുദ്ധരായി പ്രഖ്യാപിച്ചു കൊണ്ടുപോകുന്ന മെഗാ സ്റ്റാറുടെ ഭീഷ്മ പർവ്വതം ഇങ്ങനെ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുക ഇല്ലേ? അതിലെ ഒരു മതം, 3 മതത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഒരു മതം മാത്രം വിശുദ്ധരാണ്, മറ്റ് 2 മതങ്ങളും പ്രശ്നക്കാരാണ്. അതിൽ പ്രത്യേകിച്ച് കത്തോലിക്ക കുടുംബത്തെ കുറിച്ച് കാണിക്കുമ്പോൾ ഒരു കത്തോലിക്ക വൈദികൻ എന്താ പറയുക, പെണ്ണുപിടിയനും മദ്യപാനിയും അല്ലെങ്കിൽ ഒരു ഗുണ്ടാ തലവനുമായി ചിത്രീകരിച്ച ആ സിനിമ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, പറഞ്ഞത് കേട്ടതാണ്. ഇനി അതിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ. അപ്പോൾ കുറച്ച് പേര് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആ സിനിമ കണ്ടതിന് വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്. അപ്പോ അതിനൊന്നും പ്രശ്നമില്ല. ഇപ്പൊ കാശ്മീരി ഫയൽസ് എന്ന സിനിമ മാർച്ച് 11 റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർ ഭയങ്കര ബുദ്ധി കാണിച്ചിരിക്കുക. കാരണം അവിടെ ആ കാശ്മീരി പണ്ഡിറ്റുകളെ, പാവപ്പെട്ട പണ്ഡിറ്റുകളെ കൊലപാതകം ചെയ്തതും ഇല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതിന്റെ ഒരു ചെറിയൊരു ഹിസ്റ്ററി തിയേറ്ററിലേക്ക് കടന്നു വന്നപ്പോൾ അവരെന്നാ ചെയ്തെന്നറിയോ, തിയേറ്ററിൽ ഒക്കെ ടിക്കറ്റ് ഫുള്ളും മേടിച്ച് അവര് ഹൗസ് ഫുള്ളൊന്നും പോടി വെച്ചേക്കും. ഇവൻ ആരും വരേണ്ട ആവശ്യമില്ലല്ലോ. ഞാനത് കണ്ടു കഴിഞ്ഞാൽ ഹിസ്റ്ററി പഠിച്ചാലാ എൻ്റെ കൊണ്ട് മക്കളെ. ഈ ഹിസ്റ്ററി തിയേറ്ററിൽ പോയി സിനിമ കണ്ടില്ലേലും ഇതിപ്പം ടെലഗ്രാമിലോ അല്ലെങ്കിൽ മറ്റ് OTT റിലീസായിട്ടോ ഇതൊക്കെ വരും. എല്ലാവരും ഇത് കാണട്ടെ.
ഇന്ത്യയുടെ ചരിത്രം പഠിക്കട്ടെ എന്നേ. നിങ്ങൾ എന്തിനായി ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാര്യത്തില്? അപ്പൊ നിങ്ങളെ തൊടുമ്പോൾ മാത്രം നിങ്ങൾക്ക് ഭയമല്ലേ? മറ്റു മതങ്ങളെ തൊടുമ്പോൾ നിങ്ങൾക്ക് ഭയം അതെന്താ പറയുക തീരെ ഇല്ല. തലവെട്ടാനും കൈ വെട്ടാനും എന്നാ പറയാ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ പൊന്നുമക്കളെ, ആ മതത്തിലെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ എനിക്കുണ്ട്. എനിക്ക് പറഞ്ഞെങ്കിൽ ഒരു 90% നല്ല മക്കളായിട്ട് കേരളത്തിലുണ്ട്. പക്ഷെ ഒരു 10% ഉണ്ടല്ലോ, അത് കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ലോകമൊട്ടാകെ. കഴിഞ്ഞ ദിവസം നമ്മൾ പാരീസില് ഒരു വൈദികന്റെ മുഖത്തേക്ക് ഒരു അഭയാർത്ഥി കാർക്കിച്ച് തുപ്പുന്നത് നമ്മളൊരു വീഡിയോ കണ്ടു ഇല്ലേ? അഭയാർത്ഥികളെ സംരക്ഷിച്ച് അവർക്ക് വേണ്ടി സംരക്ഷണം കൊടുത്ത ആ ഗവൺമെന്റ്, പ്രത്യേകിച്ച് അവിടെ ഒരു വൈദികൻ ആ ഭാഗങ്ങൾ വെഞ്ചരിക്കാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ വൈദികന്റെ മുഖത്തേക്ക് തുപ്പുന്ന ഒരു ഭാഗം നമ്മൾ വീഡിയോയില് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടു. പാവം വൈദികൻ പ്രതികരിച്ചില്ല കേട്ടോ, അത് ഒന്ന് നോക്കിപ്പോയി. പക്ഷെ നിങ്ങളാണെങ്കിൽ അങ്ങനെയല്ല, നിങ്ങൾ അപ്പ തന്നെ AK-47 നോപ്പോ അല്ലെങ്കിൽ കത്തിയാണെങ്കിൽ അപ്പ കുത്തി കൊന്നേനെ. പക്ഷെ പാവപ്പെട്ട കത്തോലിക്ക വൈദികൻ അത് നോക്കി ചിരിച്ച് അല്ലെങ്കിൽ നോക്കി പോകുന്നതായി ഭാഗം കണ്ടത്. നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. നമ്മൾ ഏത് മതവിഭാഗങ്ങളായിക്കോട്ടെ, ഇത് വേറൊരു ഗൂഢ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ കൊണ്ടുവരുന്നത്. സിനിമ നല്ലതാണ്, പക്ഷെ ഈ സിനിമ നമ്മൾ കാണാനിരിക്കുന്നത് നമ്മുടെ കുടുംബ പ്രശ്നങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് പ്രശ്നങ്ങളും ഒരുപാട് രോഗങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയാണ് ഈ വിനോദങ്ങളിലേക്ക് നമ്മൾ ഏർപ്പെടുന്നത്. ടൂർ പോകുന്നതും സിനിമകൾ കാണുന്നതും സീരിയൽ കാണുന്നതും മിമിക്രി കാണുന്നതൊക്കെ. അവിടെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ വിഷം കുറച്ച് കുത്തി വെക്കരുത്. വിശ്വഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, താൻ കുടിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്നു. ഇപ്പൊ കാശ്മീർ ഫയൽ എന്നൊരു സിനിമ നിങ്ങൾ ഭയക്കാണ് ചെയ്യുന്നത്. കാണട്ടെ എന്നായി, ജനം കാണട്ടെ എന്നായി. നമ്മുടെ ഹിസ്റ്ററി, കാശ്മീരിന്റെ ഹിസ്റ്ററി കാണട്ടെ അവര്. നിങ്ങൾ എന്തിനാ അതൊക്കെ മുഴുവൻ ടിക്കറ്റ് എടുത്തുകൊണ്ട് അത് അങ്ങ് ഹൗസ്ഫുള്ളാക്കി മാറ്റുന്നത്? ആരെ നിങ്ങൾ ഭയപ്പെടണ്ടേ? ഇനി യുവാക്കൾ, നിങ്ങളുടെ ഇടയിലുള്ള യുവാക്കള് ഇത് കാണുമ്പോൾ, ഓ ഇങ്ങനെയാണോ കാശ്മീര് നമ്മുടെ കയ്യിലായത്? എൻ്റെ ദൈവമക്കളെ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുകയല്ല. ഈ താൻ കുടിച്ച കുഴിയിലെ താൻ തന്നെ വീഴാൻ നിങ്ങൾ ശ്രമിക്കരുത്. ഞാനായാലും നിങ്ങളാണെങ്കിലും ശരി, നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാതെ നല്ല കഥകളും നല്ല അഭിനേതങ്ങളും. നമ്മൾ ഈ ഒരു കാലഘട്ടത്തിലെ നടന്മാരുടെ മതം നോക്കിയിട്ടൊന്നുമല്ല, അല്ലെങ്കിൽ സിനിമ ഇന്ന മതത്തിനെ നോക്കിയിട്ടൊന്നുമല്ല. ഒരുപാട് സിനിമകൾ ഇല്ലേ, പണ്ടൊക്കെ നസീറിൻ്റെയും ജയഭാരതിയും അല്ലെങ്കിൽ ഉമ്മറിൻ്റെയും അങ്ങനെ ഒരുപാട് സിനിമകൾ നമ്മളെല്ലാവരും ഒരുമിച്ച് കണ്ടവരാണ്. അതിൽ പ്രത്യേകിച്ച് മതങ്ങളുടെ വേഷങ്ങൾ അതിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിലും അവിടെയൊന്നും നമുക്ക് ആ ഒരു വിഷം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, വിഷം ഇങ്ങനെ കുത്തി നിറയ്ക്കുക. ഓരോ ഡയറക്ടർ ഏത് രൂപത്തിലാണെങ്കിലും വിഷം കുത്തി നിറച്ചുകൊണ്ടിരിക്കുക. പൊന്നുമക്കളെ, അത് നിൽക്കുന്ന പിന്മാറ്. നമുക്ക് പണ്ടത്തെ പോലെയൊക്കെ ആകാന്നേ. ഓക്കെ, താങ്ക് യു. വീണ്ടും കാണാം കേട്ടോ.